അതായത് ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദത്തിൽ നമ്മുടെ മനസ്സൊക്കെ എന്തുണ്ട്, ഭഗവാൻ കവർന്നെടുത്ു എന്നുള്ള ആ ഒരു ഇതാണ്. നമ്മുടെ എല്ലാ സ്നേഹവും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ്. അഴകാന മയിലാടവും കാற்றிൽ അസൈന്താടും കൊടി പോലവും. പറഞ്ഞല്ലോ, നമ്മൾ കൈകളാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള ദശാവതാരത്തിൽ പഠിച്ച ശ്രീകൃഷ്ണനാണ് കൈ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ പിടിക്കുന്നത്. ഇപ്പോൾ കുഴലൂതി മനം പറയുമ്പോൾ നമ്മളിത് ഈ മനസ്സ് ഇതാണ് കാണിക്കുന്നത്. കടക മനമെല്ലാം. ഇവിടെ എനക്കേനടി എന്ന് പറയുമ്പോഴേ കൈ ഇങ്ങനെ പിടിച്ച് എനക്കേനടി സഖിയേ. ഇതാണ് നമ്മുടെ ഇതിലത്തെ ലാസ്റ്റ് ഭാഗം വരുന്നത്. അതേപോലെ നമ്മളിനി അനുപല്ലവി അതേപോലെ ചരണം ചെയ്യുമ്പോഴും ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇപ്പൊ തക്കതിമീൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഒരു പുതിയൊരു ഐറ്റം പഠിക്കാൻ പോവുകയാണ്. ഇതൊരു കൃഷ്ണൻ്റെ പാട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു കീർത്തനമാണ്. ഒരുവിധം എല്ലാവരും കേട്ടിട്ടൊക്കെ ഉള്ളൊരു പാട്ടായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഒരു കുറച്ച് ലൈനൊന്ന് പാടണ്ട്. കുഴലൂതി മനമെല്ലാം കൊള്ളേ കൊണ്ട പിഞ്ഞും കുറയേതും എനക്കേനടി സഖിയേ. അതാണ് നമ്മുടെ പാട്ട് തുടങ്ങണത്. അപ്പൊ നമുക്കിതിൽ 3 ഭാഗമായിട്ടാണ് പല്ലവി, അനുപല്ലവി, ചരണം. നമ്മുടെ പല്ലവിയിൽ മൊത്തം വരുന്നത് ഈ ഒരു ലൈനായിട്ടാണ്. പിന്നെ അതേപോലെ നമ്മൾ അനുപല്ലവിയിലോട്ട് പോകുമ്പോൾ അവിടെ വരുന്ന പാട്ട് ഇതാണ്. അഴകാന മയിലാടവും കാற்றிൽ അസൈന്താടും കൊടി പോലവും. അത് കഴിഞ്ഞ് അവിടെ ഒരു മധ്യമകാല സാഹിത്യം എന്ന് പറയും. അങ്ങനെ അതായത് നമ്മൾ അത്രയും നേരം ചെയ്തുന്ന ഒരു പൊടിക്കൊരു സ്പീഡ് കൂടുതലായിട്ട് ഒരു ചെറിയൊരു ഭാഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് അകമഴിന്തിടും നിലവൊളി തന്നിലേ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് അവിടെ അനുപല്ലവിയിലായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് വീണ്ടും അതിൻ്റെ അവസാനത്തിൽ നമ്മൾ കുഴലൂതിയും കൂടി പാടി ആണ് അനുപല്ലവി അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചരണത്തിലോട്ട് പോകുമ്പോൾ നമ്മളവിടെ ഭഗവാനെ നമ്മൾ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ വരുന്നതാണ് മകര കുണ്ടലമാ വും. അതാണ് അവിടെ നമ്മുടെ ചരണത്തിലായിട്ട് വരുന്ന ഭാഗം. അതേപോലെ ചരണത്തിന്റെ കുറച്ച് ലൈൻ, ഒരു 6-7 ലൈന് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അവിടെയും ഇതേപോലെ മധ്യമകാല സാഹിത്യം എന്നുള്ള ആ ഒരു ഭാഗം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നതാണ് കുഴലൂതി മനമെല്ലാം കൊള്ളേ കൊണ്ട പിന്നും കുറേതും എനക്കേനടി സഖിയേ. നമ്മൾ നമ്മുടെ സഖിയോടാണ് അവിടെ പറയുന്നത്. അതായത് ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദത്തിൽ നമ്മുടെ മനസ്സൊക്കെ എന്തുണ്ട്, ഭഗവാൻ കവർന്നെടുത്തു എന്നുള്ള ആ ഒരു ഇതാണ്. നമ്മുടെ എല്ലാ സ്നേഹവും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ്. എന്നിട്ടും കുറേതും എനക്കേനടി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേതും പറയുമ്പോൾ നമ്മുടെ ആ ഒരു സങ്കടമാണ് അവിടെ. എനിക്കിനി എന്ത് കുറവാ എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. കുറേതും എനക്കേനടി സഖിയേ, നമ്മൾ സഖിയോടായിട്ട് അവിടെ പറയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ പല്ലവിയിൽ മൊത്തം പറയുന്നത്. പിന്നല്ല അനുപല്ലവിയിലോട്ട് പോകുമ്പോൾ അവിടെ ഈ ഭഗവാന്റെ ഓടക്കുഴൽ നാദമൊക്കെ കേട്ടിട്ട് കാട്ടിലുള്ള പക്ഷിമൃഗാദികളുടെ സന്തോഷമാണ് അവിടെ. സന്ധ്യാനേരായി അവരവിടെ തുള്ളിച്ചാടി നടക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലോ. അതേപോലെയുള്ള ആ ഒരു നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്ന പോലെയുള്ള അത്രയും അവരുടെയൊക്കെ സന്തോഷം.
അത് പക്ഷികളും മൃഗങ്ങളും അവിടെയുള്ള ഓരോ വള്ളിച്ചെടികൾ, അതായത് കൊടി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ആ ലൈനുകൾ ഓരോന്ന് കേൾക്കുമ്പോൾ തമിഴാണ്. അപ്പോൾ ഓരോ ലൈന് കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നത് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഭാഗമായിട്ട് വരുന്നത് ചരണമാണ്. ചരണത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ ഭഗവാനെ വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ കമ്മൽ, ആ ഒരു ഓടക്കുഴലൊക്കെ വായിച്ച് നിൽക്കുമ്പോൾ ഭഗവാന്റെ ആ ഒരു കമ്മൽ, നല്ല കല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള കമ്മലിൻ്റെ ആ ഒരു ഇങ്ങനെ ആടുന്ന ആ ഒരു ഭംഗി, പിന്നെ അതേപോലെ നല്ല കല്ലൊക്കെ പതിച്ച് തിളങ്ങുന്ന കിരീടം. അപ്പം ആ കിരീടത്തിൻ്റെ ഭംഗി, പിന്നെ നമ്മൾ തന്നെ പറയതേ നോക്കി എന്തൊരു ഭംഗിയാ ഭഗവാനെ കാണാം. കാറ്റിലൂടെ ഭഗവാന്റെ ഷോള് അതിങ്ങനെ കാറ്റിലൂടെ ആടുന്നു. ആ ഒരു ഭാഗമാണ് നമ്മൾ ചരണത്തിലായിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് കുറേ ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ ഇവിടെ തമിഴാണ്, നമുക്ക് എല്ലാ വാക്കുകളും കറക്റ്റായിട്ട് പാട്ടുകാരെ പോലെ പാടിയൊന്നും എനിക്ക് അത്രമാത്രം തമിഴ് ചില വാക്കുകളൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ചിലതൊക്കെ ഞാൻ ഇതാണ് മുദ്ര എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇതിൽ നമ്മൾ മുദ്രകൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ 3 എപ്പിസോഡായിട്ട് മുദ്രകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് അതിലോട്ട് കൊടുക്കുന്നത്. അതൊരു 3 എപ്പിസോഡായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പാട്ടോട് കൂടിയിട്ടുള്ള ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ പാട്ട് അതിൽ നിന്ന് കുറച്ചും കൂടി നന്നായിട്ട് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമ്മൾ മുന്നേ 2-3 ഐറ്റങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ ഭരതനാട്യം കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പല്ലവീൻ്റെ മുദ്രകൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ പറയണ്ട്. ഞാൻ ഒരുപാട് വട്ടം എടുത്ത് പറയുന്നില്ല, ഓരോ ലൈനിലും വരുന്ന മുദ്രകൾ മാത്രം. കാരണം കുറച്ച് ഭാഗമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വലിയ വീഡിയോ ആവണ്ട എന്നുള്ള രീതിയിൽ എല്ലാതും ഓരോ ലൈന് വെച്ച് മാത്രമാണ് പറയുന്നത്. അപ്പം നമുക്ക് പല്ലവി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ പല്ലവീൻ്റെ ഭാഗം മുഴുവൻ ഒരേ ഒരു ലൈന് തന്നെയാണ് നമ്മൾ പാടുന്നത്. അതൊന്ന് ഞാൻ പാടണ്ട്. ഞാൻ പറയുന്നുണ്ട്, നമ്മൾ പാട്ടുകാർ പാടുന്ന പോലെ ഒന്നാമത് തമിഴാണ്. അപ്പോൾ പാട്ടുകാർ പാടുന്ന അത്രയും ചില വാക്കുകളൊന്നും നമ്മൾ പറയണതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ പാടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ തുടക്കം പല്ലവിയിൽ വരുന്ന പാട്ട് ഇങ്ങനെയാണ്. കുഴലൂതി മനമെല്ല കൊള്ളൈ കൊണ്ട പിഞ്ഞം കുറയേതും എനക്കേനടി സഖിയേ. അതാണ് നമ്മുടെ പാട്ട്. പല്ലവിയിൽ ഫുള്ള് വരേണ്ടത് അതാണ് കേട്ടോ. ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ണ്, അതായത് സമം നിന്ന് നമ്മുടെ കണ്ണും കഴുത്തും കൂടി സൈഡിലോട്ട് 2 സൈഡിലോട്ടായിട്ട് നോക്കുകയാണ്. അതൊരു 8 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ദേ നമ്മൾ കൈയൊക്കെ സമത്തിൽ വെക്കണു. എന്നിട്ട് ദേ ഇങ്ങനെ നേരെ നോക്കിയിട്ട് കുഴലൂതി മനമെല്ല കൊള്ളൈ കൊണ്ട പിഞ്ഞം കുറയേതും എനക്കേനടി സഖിയേ. നമ്മുടെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് ലൈൻ പറഞ്ഞല്ലോ, നമ്മൾ കൈകളാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ 2ാമത്തെ ലൈനിൽ കൃഷ്ണൻ വരുന്നത്. നമ്മൾ ശ്രീകൃഷ്ണൻ എന്നുള്ളത് നമ്മൾ ഇങ്ങനെയാണ് ഓടക്കുഴൽ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ മയിൽപ്പീലി ചൂടിയ കൃഷ്ണനാണ്. മയൂരം തലയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ചിരിച്ച് കുഴലൂതി മനമെല്ല കൊള്ളൈ കൊണ്ട പിഞ്ഞം. ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ആ ചിരിച്ച് മയിൽപ്പീലി ചൂടിയ കൃഷ്ണൻ, അതായത് ഒരു 4 ദിത്യത്തെയായിട്ട് അവിടെ ചെയ്യാണ്. ഇനി കുറേത് മെനക്കേനടി എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു സങ്കടമാണ്. ആ ഒരു ഭഗവാൻ നമ്മളെല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ള ആ ഒരു ഇതിലൂടെയുള്ള ആ ഒരു സങ്കടത്തിൻ്റെ മനസ്സിലാക്കി എന്നുള്ള ആ ഒരു ഇത്. അപ്പം കൈ ഇതേ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ മൃഗശീർഷാണ്. 2 കൈയിലും ഇതേ ഇങ്ങനെ പിടിച്ച് റൈറ്റ് കൈ മുകളിൽ വരുന്നു. ഇതേ ഇവിടുന്ന് ഇങ്ങനെ വിഷമത്തോടു കൂടി കുറേതും എനക്കേനടി. അതാണ് അവിടെ നമ്മൾ ചെയ്യുക. ഇനി സഖിയേ പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം പറയുന്നത് ആരോടാ? നമ്മുടെ സഖിയോട്. സഖിയേ.
അതാണ് നമ്മുടെ രണ്ടാമത്തെ ലൈനിൻ്റെ കൈയായിട്ട് വരുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ലൈനിൻ്റെ കൈ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ദശാവതാരത്തിൽ പഠിച്ച ശ്രീകൃഷ്ണനാണ്. അപ്പോൾ അതിങ്ങനെ നോട്ടങ്ങളൊക്കെ പിന്നെ നമ്മൾ കാല് പഠിക്കുമ്പോഴാണ് നോട്ടം പറയുന്നുള്ളൂ. ഇപ്പോൾ അതിൽ വരുന്ന മുദ്രകളാണ് ഇപ്പോൾ എടുത്ത് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ലൈനിൽ വരുന്ന കൃഷ്ണൻ ഇതാണ്. കുഴലൂതി. ഇവിടെ മനം എന്ന് പറയുമ്പോൾ നമ്മളിത് എങ്ങനെ മനസ്സ്, മനമെല്ലാം. ഇനി കൊള്ളൈ കൊണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ സംപുടം എന്ന് പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആ സ്നേഹം മുഴുവൻ ഭഗവാൻ എടുത്തു. ആ സ്നേഹം എന്നുള്ള ആ ഒരു ഇത് കൊള്ളൈ കൊണ്ട് പിന്നും. ഇനി വീണ്ടും കുറേതും നമ്മൾ തൊട്ട് മുന്നത്തെ ലൈനിൽ ചെയ്ത അതേപോലുള്ള വിഷമം കുറേതും എനക്കേനടി. ഇവിടെ നമ്മൾ വീണ്ടും ആരോടാ? സഖിയോട്. സഖി. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ 3 ലൈന് വരുന്നത്. പിന്നെ നമ്മൾ അടുത്തത് 4ാമത്തെ ലൈന് വരുന്നത് നമ്മൾ അതൊരു മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ ഒരു 8 ദിത്തിത്തെയാണ് നമ്മുടെ 4ാമത്തെ ലൈന് വരുന്നത്. അപ്പോൾ അതിൽ മുഴുവൻ നമ്മൾ പിടിക്കുന്ന കൃഷ്ണൻ നമ്മൾ ദേ പഠിച്ച ഇപ്പം ചെയ്തിട്ടുള്ള അതേ കൃഷ്ണനാണ്. കുഴലൂതി മനമെല്ലാം കൊള്ളൈ കൊണ്ട് പിന്നും കുറയേ. ഇവിടെ കുറയേതും. ആ കുറയേതെന്ന് പറയുമ്പോൾ ദേ കൈ ഇങ്ങനെ പിടിച്ച് മുകുളം പിടിച്ച് ആളപത്മത്തിൽ കുറയേതും എനക്കേനടി സഖിയേ. ഇതാണ് നമ്മൾ ദിത്തിത്തൈ എന്നുള്ള ആ ഒരു 8 ദിത്തിത്തൈ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് കുറേതും എനക്കേനടി സഖിയേ എന്ന് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇനി ഒരു 2 ലൈനും കൂടി നമുക്കിവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ 2 ലൈനിൽ നമ്മൾ ചെയ്യുന്നത് അടുത്ത ലൈനിൽ 5ാമത്തെ ലൈനിൽ നമ്മുടെ കൈ വരുന്നതാണ് പരവലടവിൻ്റെ കാലിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കൃഷ്ണൻ എന്ന് പറയുന്നത് ഇങ്ങനെ കൃഷ്ണൻ പിടിച്ചു, കൈ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ പിടിക്കണം. അപ്പോൾ കുഴലൂതി മനം പറയുമ്പോൾ നമ്മളിതേ ഈ മനസ്സ് ഇതാണ് കാണിക്കുന്നത്. കടക മനമെല്ലാം. കൊള്ളൈ കൊണ്ട പറയുമ്പോൾ നേരത്തെ ചെയ്ത കൊള്ളൈ കൊണ്ട് പിന്നും. വീണ്ടും കുറേതും എനക്കേനടി പറയുമ്പോൾ അതേ സങ്കടം തന്നെ കുറേതും. ഇവിടെ നമ്മൾ ഒന്നിങ്ങനെ കൈ ശീകരം പിടിച്ചിട്ട് എനക്കേനടി. ഇനി ആരോടാ? സഖിയോടാണ് എല്ലാം പറയുന്നത്. സഖിയേ. അപ്പോൾ ഇത് പരവലടവ് ചെയ്യുന്നൊരു ലൈനായിരുന്നു. ഇനി അടുത്തത് വരുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ്. 6ാമത്തെ ലൈനാണ്. 6ാമത്തെ ലൈനിൽ നമ്മൾ തക്കതിമിയാണ് ചെയ്യുന്നത്. അതായത് തക്കതിമി ഒരു 4 എണ്ണം പതുക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് തക്കതിമി ഒരു 6 എണ്ണം സ്പീഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 ദിത്തിതയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന കൃഷ്ണനും നമ്മൾ ഇതേ കൃഷ്ണനാണ് പിടിക്കുന്നത്. കുഴലൂതി മനമെല്ലാം കൊള്ളൈ കൊണ്ട് പിന്നും കുറയേതും. ഇവിടെ എനക്കേനടി എന്ന് പറയുമ്പോഴേ കൈ ഇങ്ങനെ പിടിച്ച് എനക്കേനടി സഖിയേ. ഇതാണ് നമ്മുടെ ഇതിലത്തെ ലാസ്റ്റ് ഭാഗം വരുന്നത്. അപ്പോൾ ഇതേ ഭാഗം തന്നെയാണ് നമ്മളിനി ഇതിപ്പോൾ പല്ലവിയാണ്. പല്ലവി കഴിയുമ്പോൾ ലാസ്റ്റ് ചെയ്ത തക്കതിമിയാണ്. അതേപോലെ നമ്മളിനി അനുപല്ലവി അതേപോലെ ചരണം ചെയ്യുമ്പോഴും ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇപ്പോൾ തക്കതിമീൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ബാക്കിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് ഒരു ഫുൾ പാട്ടിന് നമ്മൾ ഒരു ചെറിയൊരു 2 സൈഡിലോട്ട് ചാട്ടം ചാടും. പിന്നെ അതേപോലെ ഒരു 4 സ്റ്റെപ്പ് ബാക്കിലോട്ട് പോവും. നേരെ ഫ്രണ്ടിലോട്ട് ഒരു 2 സ്റ്റെപ്പ്. അത്രയാണ് നമ്മുടെ ആദ്യത്തെ പല്ലവിയിൽ വരുന്നത്. ഈ എപ്പിസോഡ് ഇതുവരെയുള്ളൂ. നമ്മൾ പല്ലവി മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഓരോ മുദ്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം വലിയ വീഡിയോ ആവണ്ട വെച്ചിട്ട് ഓരോ ലൈനിൽ വരുന്ന കൈകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് നോക്കി കണ്ടു പഠിക്കുക കേട്ടോ. ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ അനുപല്ലവീൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പല്ലവിയാണ് പഠിച്ചത്. പല്ലവിയിലത്തെ കൈകളാണ് പഠിച്ചത്.
അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ട് നല്ലപോലെ എല്ലാവരും അത് കണ്ടു പഠിക്കുക. നമ്മളിനി അടുത്ത എപ്പിസോഡിൽ അനുപല്ലവി ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ കമൻ്റ് ഒക്കെ ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.